ഇതെന്താണെന്നറിയോ? അബ്ദുള്ള അല്ല, ഇടത്തെ കൈ. ഇനി ഇതെന്താണെന്നറിയോ? ദുശീലം. കോഴിക്കോട് സ്കൂളിൽ ഇടത്തെ കൈ കൊണ്ട് നോട്ട്സ് എഴുതാൻ ശ്രമിച്ച 1ാം ക്ലാസ്സുകാരിയെ ടീച്ചർമാർ വഴക്ക് പറയുകയും വലത്തെ കൈ കൊണ്ട് എഴുതാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തത്രേ. മാത്രമല്ല, ഇടത്തെ കൈ കൊണ്ട് എഴുതുന്നത് ദുശീലവും മോശപ്പെട്ട കാര്യമാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറും ബാരക് ഒബാമയും ബിൽ ഗേറ്റ്സും എന്തിന് ലിയനാർഡോ ഡാവിഞ്ചിയും ആൽബർട്ട് ഐൻസ്റ്റീൻ അടക്കം മോശപ്പെട്ടവരാണല്ലോ, ദുശീലമുള്ള ആൾക്കാരാണല്ലോ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിന് 2 പാർട്സ് ഉണ്ട്, ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും. ലെഫ്റ്റ് ബ്രെയിന് കാര്യമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ റൈറ്റ് ഹാൻഡേഴ്സ് ആയിരിക്കും കൂടുതൽ. എന്നാൽ റൈറ്റ് ബ്രെയിന് കൂടുതലായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ കൂടുതലും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിരിക്കും. എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു അനുഭവം പറയാം. അവൻ എഴുതുന്ന സമയത്ത് അവന് കൈ ഭയങ്കരമായിട്ട് വിറക്കും. കൈ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടായിരുന്നു അവൻ എഴുതാൻ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടൈം കൺസ്യൂം ചെയ്യും. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ മോശമായിരുന്നു. ഈവൻ ഡോക്ടേഴ്സ് അവന് സ്ക്രൈബ് വെച്ച് എക്സാം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ലെറ്റർ അടക്കം കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് അവനോട് ജസ്റ്റ് ഒന്ന് ഇടത്തെ കൈ കൊണ്ട് എഴുതി നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അങ്ങനെ എഴുതി നോക്കുമ്പോൾ അവന് സ്മൂത്തായിട്ട് എഴുതാൻ കഴിയുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. ഒരാൾ ലെഫ്റ്റ് ഹാൻഡറോ റൈറ്റ് ഹാൻഡറോ ആവുന്നത് സ്വഭാവ സംബന്ധിയായ കാര്യമല്ല, പകരം അതൊരു ബയോളജിക്കൽ സംഗതിയാണെന്ന് മനസ്സിലാക്കാൻ സ്കൂളിലും കോളേജിലും B.Ed.ഉം PhD ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കോമൺ സെൻസ്.